കായലുകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ പ്രദേശമാണ് സത്താർ ഐലൻഡ്. എന്നാൽ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം അത്ര മനോഹരമല്ല. ദ്വീപിലേക്കുള്ള ഏക നടപ്പാതയും പൊളിഞ്ഞ നിലയിലാണ്. ഏകദേശം 30 വർഷത്തോളം പഴക്കമുണ്ട് ഈ നടപ്പാതയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും മൃഗങ്ങളെ കഷ്ടമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഇവിടെ കിടന്ന് അല്ലാണ്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. മഴക്കാലത്ത് വെള്ളപ്പൊക്കവും അത് കഴിഞ്ഞുള്ള നാളുകളിൽ ഓരുവെള്ളം കയറുന്നതിനാലും വർഷം മുഴുവനും വെള്ളത്തിലാണ് സത്താർ ദ്വീപ്. 10-30 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു നടപ്പാലാണ്. അന്നത്തെ സാഹചര്യത്തിൽ അത് മതിയായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പാലമല്ല. ഏത് പ്രദേശത്ത് ചെന്ന് നോക്കിയാലും അവിടെ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡ് കാണാം. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയും ദ്വീപ് ചുറ്റും നോക്കിയാൽ മൺവഴികൾ മാത്രമാണ്. കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ വീടുകൾ. അതിലൂടെയാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഉള്ള ആളുകളെ ഹോസ്പിറ്റലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ പോകാനാണെങ്കിലും കടയിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും പുറത്തേക്ക് പോകണം. ദ്വീപിൽ ഒരു സംവിധാനവും ഇല്ല. അവിനാശ് പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, പോണില്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ? പിന്നെ തുടർ പഠനത്തിന് എന്താ പോകാൻ പറ്റാതിരുന്നത്? റോഡ് മോശമായ കാരണം കൊണ്ടാണ് തുടർ പഠനത്തിന് പോകാൻ പറ്റാതിരുന്നത്. ഒരു അസുഖം വന്നാൽ പോലും ഇവർക്ക് ഭയമാണ്. ആശുപത്രിയിൽ പോകണമെങ്കിൽ ഏറെ പ്രയാസപ്പെടണം. അടുത്ത ദിവസം തന്നെ ഒരു കുട്ടി പുതുതായിട്ട് ജനിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് രാത്രി പെട്ടെന്നൊരു അസുഖം, ശ്വാസം മുട്ടും കാര്യം വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മുട്ടിനൊപ്പം വെള്ളമാണ് വേലിയേറ്റം വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ പേര് അവർ കരയാണ്, അച്ഛനും അമ്മ ഇരുന്ന് കരയാണ്. പിന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് കസേരയിലും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് പാലം വരെ എത്തണം. പാലത്തിൽ നിന്ന് കയറിയിട്ട് വീണ്ടും ഒരു 3-4-5 കിലോമീറ്റർ വേണം നല്ലൊരു ആശുപത്രി പോകാനായിട്ട്. ഒരു ഗർഭിണീനെ തന്നെ ഒരു പ്രസവത്തിന് നമുക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ അതുങ്ങൾ ഇങ്ങനെ ഡേറ്റ് പറയുമ്പോൾ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ബന്ധുക്കൾ വീട്ടിൽ അപ്പുറത്തോട്ട് കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകണം. പിന്നെ ഒത്തിരി സീരിയസ് പ്രസവങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. പേര് വീട്ടിൽ നിന്നറിയാമോ? വീണ്ടും ചിലപ്പോൾ ഡോക്ടർ ഒരാഴ്ച ചെല്ലാൻ പറയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കണമെങ്കിൽ നമ്മളെങ്ങനെ കൊണ്ടുവരും? ഇവിടെ നിന്ന് ഒരാൾ വയ്യാണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഇവിടെ കിടന്ന് അല്ലാണ്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. 2018 പ്രളയവും സുനാമിയും ഏറ്റവും കൂടുതൽ ബാധിച്ചതും സത്താർ ദ്വീപിനെയാണ്. റോഡും ഇല്ല, ചെറിയില്ല, ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ വീടൊക്കെ ആകെ നശിഞ്ഞ് വല്ലാതായിട്ട് എടുക്കുകയാണ്. ദ്വീപ് സംരക്ഷിക്കാൻ ചുറ്റും കരിങ്കൽ ഭിത്തിയും പുലിമൂട്ടും നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലാണ് സത്താർ ദ്വീപ്. പ്രശ്നങ്ങൾ ഉന്നയിച്ച പല തവണ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് തക്കതായതൊരു എല്ലാം ചെയ്തു തരാം എന്നല്ലാതെ അതെ മറ്റുള്ളൊരു മുന്നോട്ടുള്ളൊരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. തഴയുന്ന നിലപാടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം വരും, വാഗ്ദാനങ്ങൾ തരും, എന്നാൽ പിന്നീട് അത് പാലിക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ സുനാമി വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപ ഫണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 10 പൈസ പോലും ഇവിടെ ചിലവ് ചെയ്തില്ല. അതുപോലെ തന്നെ പ്രളയം വന്ന് എന്തോരം ഫണ്ടുണ്ട്, ഇപ്പോഴും ഫണ്ട് ഉണ്ടല്ലോ, ചെയ്തു ഇവിടെ. MLAക്ക് അതിനകത്ത് ശക്തമായിട്ട് നടപടി സ്വീകരിച്ചൂടെ. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് പോട്ടെ, പഞ്ചായത്തിന് അതിനകത്ത് ഇടപെട്ടൂടെ, ശക്തമായിട്ട് ഇടപെട്ടൂടെ. ഇത്തരം ജനങ്ങൾ ഇവിടെ താമസിക്കണല്ലേ. ഈ 100 ഏക്കർ ഭൂമിയുണ്ട്. 100 ഏക്കർ ഭൂമിയിൽ വൻ മാഫിയ ഇത് എടുത്തെന്നാണ് പറയണത്. പക്ഷെ അവർക്ക് കൂട്ടുകയാണ്. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു വിലയില്ല. ഇവിടെ ഞങ്ങളുടെ വോട്ടിന് വിലയില്ലേ. ഞങ്ങളുടെ വോട്ടിന് വില ചോദിച്ചു ഇവിടെ വരുമല്ലോ എല്ലാവരും. ഓരോ വോട്ടുകൾ ചെയ്യാനായിട്ട് അവർ വരും, ഞങ്ങൾ മാന്യമായിട്ട് പോയി ചെയ്തു പോരും. ഒരു പാർട്ടിക്കാരും ഹൈബീഡനെ പോയി ഞങ്ങൾ കണ്ട്. ഹൈബീഡൻ എറണാകുളത്ത് വരെയും പോയി. ഒരു വീടിന് വേണ്ടി ഞാൻ പോയി ഹൈബീഡനെ കാണാനായിട്ട്. അയാൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് തന്നെ, വേറൊരു അതിനെക്കുറിച്ചൊരു വർത്താനം ഇതുവരെ ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായി ഏറെ പിന്നിൽ കഴിയുന്നവരാണ് സത്താർ ദ്വീപ് നിവാസികൾ. ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഇനി അധികാരികൾ തന്നെ ഇടപെടണം.
വികസനത്തിന്റെ നഗരമാണ് കൊച്ചി നഗരം. പക്ഷേ ആ കൊച്ചി നഗരത്തിൽ ഇത്തരത്തിലൊരു ഐലൻഡ്, സത്താർ ഐലൻഡ് ചെറിയൊരു ദ്വീപാണ്. ഏകദേശം 100ഓളം കുടുംബങ്ങൾ ഈ ഒരു ദ്വീപിൽ താമസിക്കുന്നുണ്ട്. അത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്, ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു നടപ്പാത പോലും ഇല്ലാത്ത ഒരു ദ്വീപ് എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ സമയങ്ങളിൽ മാത്രം വോട്ട് ചെയ്യാൻ വരുന്ന അധികാരികൾ ഇതൊന്ന് കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത്. അത്രത്തോളം കഷ്ടപ്പാടുകൾ ഈ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓരോ തലത്തിലാണെങ്കിലും ഓരോരോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രദേശത്ത് നല്ലൊരു റോഡില്ല. അല്ലെങ്കിൽ ഈ മഴക്കാലത്താണെങ്കിലും ഈ വേലിയേറ്റ സമയങ്ങളിലാണെങ്കിലും വെള്ളം കയറുന്നു. അത് വീട് നശിക്കുന്നതിന് കാരണമാകുന്നു. പുതിയതായൊരു വീട് കെട്ടുമ്പോഴാണെങ്കിൽ കൂടി 3 വർഷത്തിനുള്ളിൽ തന്നെ ആ വീട് കേടുപാടുകൾ സംഭവിക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത്. അത്രത്തോളം ദുരിതങ്ങൾ ഇപ്പോൾ ഈ സത്താർ ദ്വീപിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അധികാരികൾ ഒന്ന് കണ്ണ് തുറക്കേണ്ടതുണ്ട്. ഈ ഇലക്ഷൻ സമയങ്ങളിൽ മാത്രം വരാതെ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ ശ്രമിക്കണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.